ജൂലൈ മാസത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ട്വിസ്റ്റിൻ്റെ ഡീറ്റെയിൽസും അതൊക്കെ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. പക്ഷേ ഈ റീഡിങ്ങിന് എൻഡ് വരെ നോക്കുക. എന്താ വെച്ചാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് മെസ്സേജ് കിട്ടാൻ വേണ്ടിയിട്ട് മുഴുവനെ തുടക്കത്തൊട്ടിട്ട് എൻഡ് വരെ ഇത് കാണണം. അപ്പോൾ നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താ മെസ്സേജസ് ജൂലൈയുടെ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ഏരീസ്, നിങ്ങളുടെ ജൂലൈ മാസത്തിൻ്റെ മെസ്സേജസ് എന്താ പറയണതെന്ന് നമ്മൾക്ക് നോക്കാം. ഇത് ഏരീസ് സൺ സൈൻ, മൂൺ സൈൻ, എസെൻഡൻറ്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്നത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഓവറോൾ എനർജി വന്നിരിക്കണ എംപറർ ആണ്. അത് ഏരീസ് എനർജി തന്നെയാണ്. പാസ്റ്റിൽ കിങ് ഓഫ് സോഡ്സ്, ഫ്യൂച്ചർ എനർജി ക്വീൻ ഓഫ് സോഡ്സ്, ചാലഞ്ച് നിങ്ങൾക്ക് 5 ഓഫ് കപ്സ് ആണ്. അഡ്വൈസ് നിങ്ങൾക്ക് ഏസ് ഓഫ് വോൺസ്. സർപ്രൈസ് ഫാക്ടർ നമ്മൾക്ക് ഇത് മറച്ചു വയ്ക്കാം. ഇത് നമ്മൾക്ക് പിന്നെ നോക്കാം എന്താണെന്ന്. ആൻഡ് ഔട്ട്കം, നിങ്ങളുടെ മന്തിൻ്റെ ഔട്ട്കം ഇവിടെ, അതും നമ്മൾക്ക് എൻഡിൽ നോക്കാം എന്താണെന്ന്. അപ്പോൾ ഏരീസ്, ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങളുടെ ജൂലൈ കുറേ ഒരു ഇൻട്രസ്റ്റിംഗ് മന്താണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് അത് മാത്രമല്ല, നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് കൺസൾട്ടേഷൻ വേണം വെച്ചാലും നിങ്ങൾക്ക് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇടാം. പേഴ്സണൽ കൺസൾട്ടേഷൻസ് പെയ്ഡ് സെഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരു കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ജൂലൈ മാസത്തിലെ എംപറർ എനർജിയാണ് വന്നിരിക്കണേ നിങ്ങളുടെ ഓവറോൾ എനർജി ആയിട്ട്. എംപറർ ഒരു പവർഫുൾ എനർജിയാണ്. ഇത് നിങ്ങളുടെ തന്നെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പവർ റീഗെയിൻ ചെയ്യണു ജൂലൈ മാസത്തിൽ. ഇതിൻ്റെ മുമ്പേ എന്തെങ്കിലും പ്രോബ്ലംസ്, ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ കാണുന്നത് ജൂലൈ മുമ്പത്തെ മാസങ്ങൾ മാതിരി അല്ല. ഇത് കുറച്ചുകൂടിയും നിങ്ങൾക്ക് ഒരു കൺട്രോൾ ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾക്ക് കുറച്ചുകൂടിയും ഒരു കോൺഫിഡൻസ് ഉണ്ട്. കാര്യങ്ങളൊക്കെ നിങ്ങൾ വിചാരിച്ച പോലെയാണ് നടക്കുന്നത്. ഇവിടെ കുറേ ഒരു ഡിസിപ്ലിൻഡ് എനർജിയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ശരിയാവണ മാതിരി നിങ്ങൾക്ക് തോന്നും. ഓക്കെ, ജൂലൈ മാസത്തിൽ എല്ലാത്തിലും നിങ്ങൾക്കൊരു കൺട്രോൾ ഉണ്ടാവും. നിങ്ങൾക്കെല്ലാം ചെയ്യാൻ സാധിക്കും. നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കും. അതുമാതിരി ഒരു എനർജിയാണ് ഞാൻ കാണുന്നത്. ഇവിടെ ലവേഴ്സ് എനർജി ഉണ്ട്. അപ്പോൾ ഇതൊരു സ്ട്രോങ് സോൾമേറ്റ് കണക്ഷൻ കാണാണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഒരു ക്വീൻ ഓഫ് വോൺസ് ഉണ്ട്. അതും നിങ്ങളുടെ തന്നെ എനർജിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ മാസം കുറേ ഒരു പവർഫുൾ മന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ എല്ലാ രീതിയിലും ഞാൻ കാണുന്നത് നിങ്ങൾക്ക് എന്തോ ഒരു പോസിറ്റീവ് ചേഞ്ച് വരാൻ പോകുന്നുണ്ട് ഈ മാസം. പാസ്റ്റിൽ എന്താ ഉണ്ടായി വെച്ചാൽ കിങ് ഓഫ് സോഡ്സ് ആണ് ഇവിടെ കാണുന്നത്. പാസ്റ്റിൽ എന്തോ ഒരു പ്രാക്ടിക്കൽ ഡിസിഷൻ്റെ എനർജി കാണാണ്ട് ഒരു ഡിറ്റാച്ച്ഡ് പോലെ ഒരു എനർജി വരുന്നുണ്ട്. ഫുൾ എനർജി കാണാണ്ട്. അപ്പോൾ ഇവിടെ എന്തോ ഒരു പുതിയ തുടക്കം ഉണ്ടായി നിങ്ങളുടെ ലൈഫിൽ, ഒരു പുതിയ ബിഗിനിങ്. നിങ്ങൾ ആ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ നിങ്ങൾക്ക് അത് മുമ്പോട്ടേക്ക് കൊണ്ടുപോകണോ വേണ്ടേന്ന് അങ്ങനത്തെ ഒരു ഡിസിഷൻ ഉണ്ടായിരുന്നു നിങ്ങളുടെ മനസ്സിൽ. പറഞ്ഞാൽ അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കേണ്ടി വന്നു. 3 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. ഇത് മേ ബി ഒരു ജോലിയുടെ കാര്യത്തിലാവാം, അതല്ല വെച്ചാൽ മേ ബി ഒരു റിലേഷൻഷിപ്പും ആവാം. എന്തായാലും എന്തോ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടി. അതിൽ നിങ്ങൾ എഫേർട്ട് ഇടണോ വേണ്ടെന്ന് വിചാരിച്ചിരുന്നു. ബട്ട് ഫൈനലി നിങ്ങളൊരു എഫേർട്ട് പറഞ്ഞാൽ നിങ്ങൾ മുമ്പോട്ടേക്ക് കൊണ്ടുപോയി ഇതിനെ. ഞാൻ കാണുന്നത് അതുകൊണ്ടാണ് ഈ മാസം നിങ്ങളുടെ എനർജി ഇത്രയും പവർഫുള്ളായി കാണുന്നത്. എന്താ വെച്ചാൽ ഈ റിസ്ക് നിങ്ങൾ പാസ്റ്റിൽ എടുത്തത്, അത് ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്കം ഒരു പോസിറ്റീവ് തരത്തിലാണ് വരണത്. അപ്പോൾ എന്തോ നിങ്ങളൊരു പാസ്റ്റിൻ്റെ ഡിസിഷൻ എടുത്തത് അത് ഒരു ശരിയായ ഡിസിഷൻ ആയിരുന്നു എന്ന് യൂണിവേഴ്സ് അത് കൺഫേം ചെയ്യാണ്. ഇത് റൊമാൻറ്റിക് ആവാം,
ബിസിനസ്സിൻ്റെ കാര്യത്തിലാവാം, ഇല്ലേച്ചാൽ മൊത്തം നിങ്ങളുടെ ലൈഫിൻ്റെ ജനറൽ മെസ്സേജ് ആവാം. അപ്പോൾ എന്തോ ഒരു പുതിയ തുടക്കം ഉണ്ടായി ആൻഡ് അതൊരു നല്ല ബിഗിനിങ് ആയിട്ട് മുമ്പോട്ടേക്ക് പോവാണ്. ആൻഡ് ഈ മാസം നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ നല്ല ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്, അതിൻ്റെയൊക്കെ റിവാർഡ്സ് കിട്ടുന്നുണ്ട്, അതൊക്കെ ഒരു സക്സസ്ഫുൾ തരത്തിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് ക്വീൻ ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ക്വീൻ ഓഫ് സോഡ്സ് ഇവിടെ ഒരു പ്രാക്ടിക്കൽ പേഴ്സൻ്റെ എനർജിയാണ്, ക്ലാരിറ്റി ഉള്ള പേഴ്സൻ്റെ എനർജിയാണ്. ഇവിടെ ഒരു പുതിയ തുടക്കം കാണാണ്ട്, എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ. അപ്പോൾ നിങ്ങൾ സിംഗിൾ ആണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്, ഒരു പുതിയ റിലേഷൻഷിപ്പ് കാണാണ്ട്. ഇത് ബട്ട് നിങ്ങൾക്ക് കുറേ ഒരു ടെൻഷനുള്ള സമയമാണ്. എന്താ വെച്ചാൽ ഈ പുതിയ ബിഗിനിങ് വരുന്നുണ്ട്, അതും റൊമാൻറ്റിക് ബിഗിനിങ് ആണ് ഇത്. പക്ഷേ എവിടെയോ നിങ്ങൾ കുറച്ചൊരു ഡിറ്റാച്ച്ഡ് പോലെ ആയിരിക്കും. എന്താ വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾ മനസ്സിൽ കുറേ ക്ലാരിറ്റി ഉണ്ട്, ബട്ട് നിങ്ങൾ തനിച്ചാവുമ്പോൾ കുറേ സ്ട്രെസ് എടുക്കണ എനർജി കാണാണ്ട്. പുറമേ കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നും നിങ്ങൾ കുറേ ക്ലിയർ ആണ്, നിങ്ങൾക്കെല്ലാം അറിയാം എന്താ വേണ്ടതെന്ന്, നിങ്ങൾക്കൊരു സംശയമൊന്നുമില്ല. ബട്ട് ആക്ച്വലി അങ്ങനെ അല്ല. ഓക്കെ, നിങ്ങൾക്ക് കുറേ ടെൻഷൻ ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, നിങ്ങൾ എടുക്കണ തീരുമാനം ശരിയാണോ അല്ലേ എന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ സ്ട്രെസ്സ് നിങ്ങൾ മറച്ചു വയ്ക്കുകയാണ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ എന്തോ ഇവിടെ ഒരു സ്ട്രെസ്ഫുൾ എനർജി കാണാണ്ട്. എന്താണ് ഈ സ്ട്രെസ്സിൻ്റെ എനർജി? ഈ സ്ട്രെസ് ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ ആരോ നിങ്ങളുടെ പാസ്റ്റിന് തിരിച്ചു വരണു, അതാണ് ഇത്രയും നിങ്ങൾ സ്ട്രെസ് എടുക്കണേ. അപ്പോൾ എന്താണ് ഇവിടെ ചാലഞ്ച് നിങ്ങൾക്ക് ഈ മാസം? നിങ്ങൾക്ക് ഈ മാസം ചാലഞ്ച് എന്താ വെച്ചാൽ കുറേ ഗിൽട്ട് ഉണ്ട്, കുറേ റിഗ്രറ്റ് ഉണ്ട്. ഇതും പാസ്റ്റിൻ്റെ എന്തോ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണ്. പാസ്റ്റിൻ്റെ എന്തോ ഒരു സിറ്റുവേഷൻ ശരിയായില്ല, വർക്കായില്ല, അതിൻ്റെ കാരണം നിങ്ങൾക്ക് അതിൻ്റെ കുറേ കുറ്റബോധം ഉണ്ടാവും. ആൻഡ് ഞാനിവിടെ കാണുന്നത് കുറച്ചൊരു നെഗറ്റീവ് എനർജീസും കൂടി ഉണ്ട്. ഓക്കെ, നിങ്ങളും ഒരു പേഴ്സൻ്റെ അടുക്കെ കുറേ പാസ്റ്റിൻ്റെ ഒരു പേഴ്സൻ്റെ അടുക്കെ കുറേ ഒരു വഴക്ക് ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ പിരിഞ്ഞത് കുറേ ഒരു പറഞ്ഞ ഒരു നെഗറ്റീവ് തരത്തിലാണ് നിങ്ങൾ സെപ്പറേറ്റ് ആയി ഉണ്ടാവുക. കുറേ വഴക്കുണ്ടായിട്ടായിരിക്കും, കുറേ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടായിരിക്കും നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഈ സെപ്പറേഷൻ ഉണ്ടാവുക. ഇപ്പോൾ ഈ പാസ്റ്റിൻ്റെ പേഴ്സൺ തിരിച്ചു വരണു, അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര സ്ട്രെസ്ഡായി ഫീൽ ചെയ്യണത്. ഇവിടെ ഞാൻ കാണുന്നത് യൂണിവേഴ്സ് നിങ്ങളോട് അഡ്വൈസ് തരണത് എന്താ വെച്ചാൽ ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകാനാണ്, പാസ്റ്റിലേക്ക് പോവരുത്. ഓക്കെ, അതാണ് ഇവിടെ മെസ്സേജ് പറയണേ. ഏസ് ഓഫ് വോൺസ് ഇവിടെ പാഷൻ്റെ എനർജിയാണ്, 3 ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തോ ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജി ഇവിടെ കാണാണ്ട്. യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എല്ലാം ശരിയായി മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഇപ്പോൾ തിരിച്ച് പാസ്റ്റിലേക്ക് പോവരുത്. എന്താ വെച്ചാൽ നിങ്ങൾ കുറേ ഡിഫിക്കൽട്ടി ഉണ്ടായിട്ടാണ് ഇപ്പോൾ ഈ സിറ്റുവേഷനിലേക്ക് വന്നിരിക്കണേ. നിങ്ങളുടെ ലൈഫിൽ എല്ലാം ശരിയാവുമ്പോൾ ആണ് ഈ പാസ്റ്റിൻ്റെ പേഴ്സൺ തിരിച്ചു വരണേ. അപ്പോൾ ഈ സമയത്ത് ആദ്യം നിങ്ങൾ പാസ്റ്റിലേക്ക് പോയാൽ നിങ്ങളുടെ പ്രോഗ്രസ് ഒക്കെ നഷ്ടപ്പെടും. ഓക്കെ, അതാണ് ഞാനിവിടെ കാണുന്നത്. സർപ്രൈസ് ഫാക്ടറിൽ നിങ്ങൾക്ക് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൻ്റെ പേഴ്സൺ ഒരു ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആവാം. പക്ഷെ ഞാൻ കാണുന്നത് ഇവിടെ ഞാൻ ഒരു മെസ്സേജ് വരുന്നത് കാണുന്നുണ്ട്. ആൻഡ് ഇതൊരു കുറേ ഒരു സ്റ്റേബിൾ മെസ്സേജാണ്. അവരുടെ ഇൻറ്റൻഷൻ ശരിയല്ല എന്നല്ല ഞാൻ പറയണേ, ബട്ട് എവിടെയോ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ഓൾറെഡി മൂവ് ഓൺ ചെയ്തതായിരുന്നു. ആൻഡ് ആ മൂവ് ഓൺ ചെയ്യാനും നിങ്ങൾക്ക് കുറേ ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഇപ്പോൾ ആദ്യം അതിൽ തന്നെ തിരിച്ചു പോവാന്ന് പറയുമ്പോൾ അത് നിങ്ങളെ കുറേ സ്ട്രെസ്സിൽ കൊണ്ടുപോകുന്നുണ്ട്, കുറേ നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയണത്. എന്താ വെച്ചാൽ ഇവിടെ കുറേ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ ആയിരുന്നു ഇത്. ആൻഡ് ഈ പേഴ്സൺ തിരിച്ചു വരുമ്പോൾ ആദ്യം അതൊക്കെ ട്രിഗർ ആവുകയാണ്. ഓക്കെ, പാസ്റ്റിൻ്റെ കാര്യങ്ങൾ, പാസ്റ്റിൻ്റെ ആ കുറേ ഒരു നെഗറ്റീവ് എനർജി. അപ്പോൾ നിങ്ങളുടെ ഔട്ട്കം ഇവിടെ വരണത് എന്താ വെച്ചാൽ ചാരിയറ്റ് മുമ്പോട്ട് പോണ എനർജിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ചോയ്സ് കിട്ടും. എല്ലാവർക്കും ഒരു ചോയ്സ് ഉണ്ടാവാറുണ്ട് ലൈഫിൽ. നിങ്ങൾക്ക് എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് അതുമാതിരി മുമ്പോട്ടേക്ക് പോവാം. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇപ്പോൾ പാസ്റ്റിന് വേറെ ഒരു ചാൻസ് കൊടുക്കണം എന്നുണ്ടാവും. ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഒരു സിറ്റുവേഷൻ വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അത് കുറേ ഒരു ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ ആണ്. എന്താ വെച്ചാൽ ഈ പാസ്റ്റിനെ ഫൊർഗീവ് ചെയ്ത് മുമ്പോട്ട് പോവാൻ നിങ്ങൾ
തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഈ പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരുമ്പോൾ ആദ്യം നിങ്ങൾ ആ സിറ്റുവേഷനിൽ തന്നെയാണ് സ്റ്റക്ക് ആവണേ. അപ്പോൾ നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു ഹെൽപ്ലെസ് സിറ്റുവേഷൻ മാതിരി ഒരു എനർജി കാണാണ്ട് ഇവിടെ. ആൻഡ് ഇവിടെ ഡെത്ത് എനർജി ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സും പറയുന്നുണ്ട് ഇവിടെ എന്തോ കഴിഞ്ഞു. ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ അതിന്ന് മൂവ് ഓൺ ചെയ്തു, മെച്ചുവറായി, അതിന്ന് കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി. ബട്ട് ഇപ്പോൾ ഈ പേഴ്സൺ തിരിച്ചു വരുമ്പോൾ ആദ്യം ആ സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോവാണ് യൂണിവേഴ്സ് പറഞ്ഞ ഈ പേഴ്സൺ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാരണം നിങ്ങൾക്ക് കുറേ ടെൻഷനും സ്ട്രെസ്സും അതൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിനെ വേണച്ചാൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം, ഇല്ലച്ചാൽ അതിനെ നോ എന്ന് പറഞ്ഞിട്ട് മൂവ് ഓൺ ചെയ്യാം. എന്താ വെച്ചാൽ എത്രയും നിങ്ങൾ ഈ പാസ്റ്റിലേക്ക് പോകണു, എത്രയും നിങ്ങൾ ആ സിറ്റുവേഷനിലേക്ക് ഇൻവോൾവ് ആവണു, അത്രയും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല. ആ നിങ്ങൾ ചെയ്ത പ്രോഗ്രസ് ഒക്കെ മാറിപ്പോവും. അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരണത്? ഇവിടെ വരണത് പെർഫെക്റ്റ് ടൈമിങ്, ഓസ്പിഷ്യസ് ക്ലോക്ക് വർക്ക്, പ്ലാനിങ്, പേഷ്യൻസ്. ഓക്കെ, അപ്പോൾ എവിടെയോ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഒരു ടൈമിംഗ് ഇഷ്യൂ ഞാൻ ഇവിടെ ഇഷ്യൂ എന്നല്ല, ഒരു ടൈമിങ്ങിൻ്റെ കാര്യം ഇവിടെ കാണാണ്ട്. ഈ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ പെർഫെക്റ്റ് ടൈമിങ്ങിലാണ് എല്ലാം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് വരണതും ഈ പേഴ്സൺ തിരിച്ചു വരണതും ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിലാണ് അവർ വരണേ. പക്ഷേ എവിടെയോ നിങ്ങൾക്ക് ഇപ്പോൾ തീരുമാനിക്കണം, നിങ്ങൾക്ക് പാസ്റ്റിലേക്ക് തിരിച്ചു പോകണോ അതല്ല വെച്ചാൽ മുമ്പോട്ടേക്കാണോ പോകേണ്ടതെന്ന്. ഇൻറ്റ്യൂഷൻ, ബാലൻസ്, കണക്ഷൻ, സ്പിരിറ്റ്, ഡിവൈൻ സെൽഫ്, ഓറഞ്ച്. അപ്പോൾ യൂണിവേഴ്സും പറയണത് എന്താ വെച്ചാൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്യുക, നിങ്ങളുടെ ബാലൻസ് തെറ്റാണ്ട് എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് അത് ചെയ്യാം. ഇവിടെ കളർ ബ്ലൂ കാണാണ്ട്, ബ്ലൂ കളർ ആൻഡ് ഓറഞ്ച് കളർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ഒരു ജൂലൈ മാസത്തിൽ അത് നല്ലൊരു സ്പെഷ്യൽ കളേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ലക്കി കളേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജൂലൈ മാസത്തിൻ്റെ മന്ത്ലി മെസ്സേജസ് വരണേ. നിങ്ങൾക്കിത് റെസൊനേറ്റ് അയച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് സ്കോർപ്പിയോ ഉണ്ട്, കുറേ ഏരീസ്, ലിയോ, സജിറ്റേറിയസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഒരു ടോറസ്, വെർഗോ, കാപ്രിക്കോണും ഉണ്ട്. അപ്പോൾ ഇതാണ് മെസ്സേജസ്. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ വാട്സാപ്പ് ചെയ്യുക, വാട്സാപ്പ് മെസ്സേജ് ഇടുക. വാട്സാപ്പ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ യെസ് എന്ന് എഴുതുക കമൻസിൽ. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.